ലഡാക്കിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായിരിക്കുന്നത്. ഷെല്ലാക്രമണം സേന നിർവീര്യമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ പലയിടത്തും നുഴഞ്ഞു കയറാനുള്ള ശ്രമവും പാകിസ്ഥാന്റെ ഭാഗത്തിനുണ്ട്, ഭീകരരുടെ ഭാഗത്തിനുണ്ട്. സാമ്പയിലടക്കം നിരവധി ഭീകരരെ വധിക്കാൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ നുഴഞ്ഞു കയറാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഭാരതത്തിൻ്റെ സേന ഇല്ലാതാക്കുകയാണ്. അതേസമയം തന്നെ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം തടുത്തു നിർത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് പാകിസ്ഥാനുള്ളത്. ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം കലുഷിതമാകുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിപ്പെട്ടിരിക്കുന്നു. ജിഷ്ണു, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഛിന്ന ഭിന്നമാകുന്ന ഒരു പാകിസ്ഥാനാണ് മുന്നിലുള്ളത്. പക്ഷേ അതിന് പിന്നാലെ ഏത് തരത്തിലാണ് തീവ്രവാദ സംഘടനകൾ, ഐക്യദ പോലുള്ള സംഘടനകൾ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. രാജ്യത്തിനകത്തുള്ള ഭീകരർ ഏത് തരത്തിലായിരിക്കും പ്രതികരണം നടത്തുക, സ്ലീപ്പിംഗ് സെല്ലുകൾ ഏത് തരത്തിലായിരിക്കും പ്രവർത്തിക്കുക എന്ന ഒരു മുൻകരുതലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ജാഗ്രതയിലും അതീവ കരുതലിലുമാണ് ഭാരതം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കെ പി, തീർച്ചയായും രാജ്യം ഹൈ അലേർട്ടിൽ തന്നെയാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. യാതൊരു തരത്തിലും ഇത്തരത്തിൽ പ്രത്യാക്രമണങ്ങൾ നേരിടാതിരിക്കാൻ, ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളും പ്രതിരോധ നടപടികളുമാണ് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതേസമയം കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയിട്ടും ഒടുങ്ങാതെയാണ് പാകിസ്ഥാൻ വീണ്ടും അതിർത്തിയിൽ പ്രകോപനത്തിന് തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മണിക്കൂറുകൾ നീണ്ട പ്രത്യാക്രമണം പാകിസ്ഥാന്റെ മണ്ണിൽ തലസ്ഥാന നഗരമായിട്ടുള്ള ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും ലാഹോറിലും കറാച്ചിയിലും ഉൾപ്പെടെ നടത്തിയിട്ടും ഇനിയും മതിയാകാതെ വീണ്ടും ഇരന്നു വാങ്ങുന്നതിന് വേണ്ടി അതിർത്തി മേഖലയിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാൻ. ലേ ലഡാക്ക് മേഖലയിൽ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഷെല്ലാക്രമണവും ഒപ്പം ഡ്രോൺ ആക്രമണവും നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ആൻറ്റി മിസൈൽ സംവിധാനവും വളരെ കൃത്യമായി ഈ ഷെല്ലാക്രമണവും കൂടാതെ ഡ്രോൺ ആക്രമണവും ലേ ലഡാക്കിൽ പ്രതിരോധിച്ചിട്ടുണ്ട്. ലേയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഒരു അക്രമശ്രമം ഉണ്ടായിട്ടുള്ളത്. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നുണ്ട്. കൂടാതെ ജമ്മുവിലും ഇന്ന് പുലർച്ചെ വീണ്ടും ജമ്മു ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തി. അതും S-400 ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അത്തരത്തിൽ പാകിസ്ഥാന്റെ ഒരു അടവും ഒരു അക്രമവും ഭാരതത്തിൻ്റെ മണ്ണിൽ സ്പർശിക്കാത്ത രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയെല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലൊരു ഔദ്യോഗിക പ്രഖ്യാപനമില്ലാതെയുള്ള തുറന്ന യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകാശമാർഗത്തിലും ഒപ്പം കര അതിർത്തികളിലും അതിശക്തമായിട്ടുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും അതിശക്തമായ പ്രത്യാക്രമണവും കനത്ത പ്രഹരവും ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് മേലും ഏൽപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അത്രയും വലിയ പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ട് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പടി കൂടി കടന്നുകൊണ്ട് ഭാരതം പ്രത്യാക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അത് താങ്ങാവുന്നതിലും അധികമാകും എന്നുള്ളത് നിലവിൽ ഇതിനോടകം നടന്നിട്ടുള്ള സൈനിക നടപടികൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ ഇന്ത്യയെ പ്രതിരോധിക്കുന്നതിനുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തുർക്കിയും കൂടാതെ ചൈനയും നൽകിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അടിച്ചു തകർക്കുന്നതിനും അതിനെ കബളിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ മണ്ണിൽ തലസ്ഥാന നഗരത്തുൾപ്പെടെ മിസൈൽ ആക്രമണം നടത്താനും ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പ്രകോപനമുണ്ടായാൽ കടുത്ത മിസൈൽ ആക്രമണം നടത്താൻ വായുസേനയും സമുദ്ര അതിർത്തിയിൽ INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള പടക്കപ്പലുകളും കരാതിർത്തിയിൽ ഭാരതത്തിൻ്റെ കരസേനയും സുസജ്ജമാണ്. അതുകൊണ്ട് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് നല്ലത് എന്നുള്ളത് വളരെ വ്യക്തമായി ലോകരാഷ്ട്രീയം അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ആയുധം താഴെ വയ്ക്കാൻ ആരോടും പ്രഖ്യാപനം നടത്തില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഭാരതത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പിന്തുണ ലഭിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ചൈനയും തുർക്കിയും മാത്രമാണ് നിലവിൽ പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് വളരെ വ്യക്തമായ മുൻധാരണയുള്ളത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാന്റെ പക്ഷത്ത് നിൽക്കാനും ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാകും. കാരണം ഭാരതത്തെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു യുദ്ധമുണ്ടാകുമ്പോൾ ഭാരതം ഈ വളർച്ചയിൽ തളരണം എന്നുള്ള ചിന്ത തീർച്ചയായും മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം നമുക്ക് മുമ്പിലുള്ളതാണ്. യുക്രൈനെ 2 ദിവസം കൊണ്ട് നിലംപരിശമാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് സർവശക്തമായിട്ടുള്ള റഷ്യ യുക്രൈനു മേൽ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ യുക്രൈന് പരസ്യമായും രഹസ്യമായും ലഭിച്ചിട്ടുള്ള പിന്തുണകളും വെടിക്കോപ്പുകളും ആയുധ സംഭരണം യുക്രൈനിലെത്തിയതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായിട്ടുള്ള
പിന്തുണ രഹസ്യമായും അല്ലാതെയും പാകിസ്ഥാനും ലഭിച്ചേക്കാമെന്ന വ്യക്തമായ ധാരണ, അതിനെ എങ്ങനെ നേരിടണമെന്ന കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ ഭാരതം നടത്തിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകും. ഒപ്പം പാകിസ്ഥാനുമായുള്ള സംഘർഷം വഷളാക്കാൻ ഭാരതത്തിന് താല്പര്യമില്ല. പക്ഷേ പ്രകോപനമുണ്ടായാൽ, അതായത് ഒരു വെടി ഇങ്ങോട്ട് വെച്ചാൽ, ഒരു ഡ്രോൺ ആക്രമണം ഇങ്ങോട്ടുണ്ടായാൽ, ഒരു മിസൈൽ ആക്രമണം ഇങ്ങോട്ടുണ്ടായാൽ അതിന് 10 മടങ്ങ് തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന നയവും നിലപാടുമാണ് ഭാരതം എടുത്തിട്ടുള്ളത്. അതിൻ്റെ തുടർ നടപടികളാണ് കഴിഞ്ഞ മണിക്കൂറുകൾ മുഴുവൻ, ഇന്നലെ രാത്രി ഏകദേശം 8 മണി മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള ഈ സമയങ്ങളിൽ ഭാരതം നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അതിർത്തിയിൽ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു, ഭാരതം ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് വളരെ കാര്യക്ഷമമായി പ്രതിരോധിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് മിസൈലുകൾ പായിക്കാൻ റഫേൽ ഉൾപ്പെടെയുള്ള ഭാരതത്തിൻ്റെ യുദ്ധവിമാനങ്ങൾക്ക് സാധിച്ചു. ലാഹോറിലെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം, അതായത് ഈ മിസൈലുകളും ഡ്രോണുകളുമെല്ലാം കണ്ടെത്തി അതിനെ നിർവീര്യമാക്കുന്നതിന് ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ തയ്യാറാക്കിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആദ്യം കഴിഞ്ഞ ദിവസം ഭാരതം അടിച്ചിട്ടുള്ളത്. ആ മേഖല പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷമാണ് ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള തലസ്ഥാന നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. പോലെ തന്നെ ഇസ്ലാമാബാദ്, കറാച്ചി, റാവൽപിണ്ടി തുടങ്ങിയ പാകിസ്ഥാൻ നഗരങ്ങളിൽ കനത്ത ആക്രമണം തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യം നടത്തിയത്. വിറങ്ങലിച്ച് പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. എങ്കിലും പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സേന അതിശക്തമായ തിരിച്ചടി അതിന് നൽകിക്കൊണ്ടിരിക്കുകയുമാണ്.